നമുക്ക് വർക്ക് പ്ലേസ് അല്ലെങ്കിൽ സ്റ്റഡി ടേബിളിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു മിനി പേപ്പർ ബാഗ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള പേപ്പർ എടുക്കുക, അതിനെ 4ആയി മടക്കുക, അതിൽ ലെങ്ത്ത് കുറഞ്ഞ സൈഡ് ഉള്ളിലേക്ക് ട്രയാങ്കുലർ ഷേപ്പിൽ മടക്കുക. ദെൻ ലെങ്ത്ത് കൂടിയ സൈഡ്സ് ഒന്ന് ഉള്ളിലേക്ക് വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി എക്സ്ട്രാ വരുന്ന പോർഷൻ ഒന്ന് താഴത്തേക്ക് മടക്കിയെടുക്കുക. ആൻഡ് താഴത്തേക്ക് എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻ ഒന്ന് പൊക്കത്തേക്ക് മടക്കി കൊടുക്കുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ പേപ്പർ ബാഗ് ഇവിടെ റെഡിയാണ്. ഇതുപോലെ കുറച്ചധികം പേപ്പർ ബാഗ്സ് ഉണ്ടാക്കി വെക്കുക. അതിലൊരു പേപ്പർ ബാഗ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ എക്സ്ട്രാ മടക്കി വെച്ചിരിക്കുന്ന ആ ഒരു പേപ്പർ ഒന്ന് ഗം വെച്ച് ഒട്ടിച്ച് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കർ കൂടെ ഒട്ടിച്ച് കൊടുക്കുക. ആൻഡ് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേപ്പർ ബാഗ്സ് എല്ലാം കൂടെ ഒന്ന് അതിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പേപ്പർ ബാഗ്സ് റീയൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ജസ്റ്റ് അതൊന്ന് പ്രോപ്പറായിട്ട് ഫോൾഡ് ചെയ്ത് തിരിച്ചതിലേക്ക് വെച്ചാൽ മാത്രം മതി. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ആൻഡ് താങ്ക് യു ഓൾ. ലവ് യു. സീ യു അഗെയിൻ. ബൈ.